Hello friends, welcome back. In the Adipoli salad and macaroni salad. And it's one of my favorite recipes because it's more healthy and it's more tasty. Appo video ishtapettu kazhinjal like cheyanum subscribe cheyanum marakkarudhu. And it's me Shabeer. Welcome to the MalluKarper. Friends, അപ്പോൾ നമ്മൾ അതിന് ആദ്യം എടുക്കുന്ന കുറച്ച് മക്രോണിയാണ്. മക്രോണി നമുക്ക് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കണം. ഒരു ഏകദേശം 1.5 കപ്പ് നമുക്ക് ഇതിനകത്ത് ബോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ആദ്യം ഒനിയനാണ് എടുക്കുന്നത്. ആദ്യം ഒനിയൻ എടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഒനിയൻ കുറച്ച് ഫ്ലെയിമി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആസിഡ് ചേർക്കണം. അപ്പോൾ ഞാനതിന് സൈഡർ വിനേഗറാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ആൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റാം. അടുത്ത് നമ്മളെടുത്തുള്ള ക്യാരറ്റാണ്. ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റാണ് എടുത്തുള്ളത്. ഇതിലുള്ള ഏകദേശം ഇൻഗ്രീഡിയൻറ്റ് കംപ്ലീറ്റ് 1/2 കപ്പ് ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്നും ഓർമ്മയിലെക്കാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലൊക്കെ വലിപ്പം കട്ട് ചെയ്യേണ്ട വലിപ്പം നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളൊരു സ്പൂൺ സാലഡ് നമ്മൾ ഇതിൽ നിന്ന് ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവണോ അത്രയും വലിപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കട്ട് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കുന്നു. നെക്സ്റ്റ് ബെൽ പെപ്പർ റെഡ് കളർ ബെൽ പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ഏകദേശം 1/2 കപ്പ്, ഏകദേശം അല്ല 1/2 കപ്പ് ബെൽ പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ടു അവർ മിക്സിംഗ് ബൗൾ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സെല്ലറിയാണ് എടുത്തിട്ടുള്ളത്. സെല്ലറി നമ്മൾ സെയിം സൈസിൽ കട്ട് ചെയ്താണ് 1/2 കപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് കിയാറാണ്. കിയാറും 1/2 കപ്പ് നമ്മൾ സെയിം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ദ ഹെൽത്തിയസ്റ്റ് വൺ പാസ്ലി ഒക്കെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു നേരമെങ്കിലും നമ്മളത് കഴിക്കണമെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് അതുപോലെ തന്നെ ബോഡി പെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് പാസ്ലി. ഇത് എല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ബോയിൽഡ് എഗ്ഗാണ്. 2 ബോയിൽഡ് എഗ്ഗ് നമ്മൾ സെയിം സൈസിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇത് ടോപ്പിംഗ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാലഡ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ഡ്രസ്സിങ് റെഡിയാക്കാം. അതിന് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എഗ്ലെസ് മയോണൈസ് ആണ്. എഗ്ലെസ് മയോണൈസ് ഏകദേശം ഒരു 1/2 കപ്പ് നമുക്ക് വേണം. ജസ്റ്റ് എല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 85 ഗ്രാംസിൻ്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഷുഗർ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ഷുഗറാണ്, അതായത് ഗ്രാനുലേറ്റഡ് ഷുഗർ ഏകദേശം 2 ടേബിൾ സ്പൂൺ. ഈ സാലഡിൽ ഷുഗർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, പക്ഷേ യു ജസ്റ്റ് ട്രൈ ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് മോർ ഡെലീഷ്യസ്. ആൻഡ് ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ and salt ഒരു 1/2 ടീസ്പൂൺ. ജസ്റ്റ് മിക്സ് ഇറ്റ് വെൽ. യെസ്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഐറ്റം, അതായത് നമ്മളെ പാസ്ലി ഒന്നുകൂടി ഫൈനായി ചോപ്പ് ചെയ്തതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സോസാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ. വീണ്ടും കുറച്ച് സൈഡർ വിനീഗർ. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. യെസ്, അവർ ഡ്രസ്സിങ് ഈസ് റെഡി. സോ ജസ്റ്റ് ബ്രിങ് ബാക്ക് അവർ മിക്സിംഗ് ബൗൾ. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് നമ്മൾ മക്രോണി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആൻഡ് അവർ ഡ്രസ്സിങ് ഓൾസോ ഗോ ടു ഇൻ ടു ദ ബൗൾ ഓൾ ദ വേ ആൻഡ് മിക്സ് ഇറ്റ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച ഒനിയൻ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മിക്സ് ചെയ്യാം. ആൻഡ് അവസാനമായിട്ട് നമ്മൾ എടുത്ത് വെച്ച എഗ്ഗും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ജെൻറ്റലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മൾ അടിപൊളി മക്രോണി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സെർവ് ചെയ്യാം. യെസ്, എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, കാരണം അടിപൊളിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പൊക്കി പറയാമെന്ന് കരുതിയത്. ഞാനും ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഇത് ഈ ഒരു ഐറ്റം കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. സോ ഈസി ആൻഡ് ബെസ്റ്റ് ഇൻ ടേസ്റ്റ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സാലഡ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാലഡിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാലഡുകൾ നമ്മൾ അതിൽ ചെയ്യുന്നതാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.